ഹലോ മച്ചന്മാരെ, ന്യൂബ് ഗെയിമിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് കളിക്കുന്നത് FTS ആണ്. നിങ്ങൾക്ക് പരിചയം ഉണ്ടാകും. നമ്മുടെ ചാനലിൽ നമ്മൾ കുറേ വീഡിയോസൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ കുറേ ഇതൊക്കെ. അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് നമ്മൾ സ്വന്തമായിട്ട് കസ്റ്റം ചെയ്തൊരു ടീമാണ്. നമ്മുടെ ടീമെന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ചാമ്പ്യൻസ് കപ്പിൽ തൽപ്പന FC ഇതാണ് നമ്മുടെ സെറ്റ് ടീം. നമ്മുടെ പേരൊക്കെ നമ്മുടെ സെറ്റ് പേരുകളൊക്കെയാണ് ഇട്ടേക്കണേ. അപ്പോൾ ഇത് വെച്ചിട്ടായിരിക്കും നമ്മളൊരു ടൂർണമെൻറ്റ് കളിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുക. അപ്പോൾ നമുക്ക് ആദ്യം പോകുന്നത് ഞാനെല്ലാം സെറ്റ് ചെയ്തിട്ട് നമുക്ക് കാണാം. അപ്പോൾ മച്ചന്മാരെ, നമ്മുടെ ലൈനപ്പാണ് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. നെപ്പോളിയുടെ ലൈനപ്പാണ് അപ്പുറത്ത് കാണുന്നത്. അപ്പോൾ നമ്മുടെ ജേഴ്സി ഇത് രണ്ടുമാണ്. നമ്മൾ ഇതിട്ടിട്ട് കളിക്കും, അവർക്ക് ഇത് കൊടുക്കാം. അപ്പോൾ നമുക്ക് കണ്ടിന്യൂ എടുക്കാം മച്ചന്മാരെ. നമ്മുടെ മെയിൻ ഗോളി എന്ന് പറഞ്ഞാൽ എൽദോ ആണ്. എൻവിയോ അത് ഞാനാണെന്ന് ഞാൻ പറയുന്നില്ല, അത് വേറെ ആരോ ആണ്. ഫ്രണ്ട്ലി മാച്ചാണ് ഗൈസ്, ഞാൻ ക്രിയേറ്റ് ചെയ്തൊരു മാച്ചാണ്. അവരുടെ ടച്ചാണ് ആദ്യമേ ഗൈസ്. ഷാജു വർഗീസിൻ്റെ ത്രൂ വർഗീസിന് പാസ് കൊടുക്കാൻ അറിയില്ലെന്ന് തോന്നുന്നു. ഷാജു വെട്ടിയിടുന്നു. ഷാജുവിന് കളിക്കാൻ അറിയില്ല. ഇതാ ഷാജു നോക്കി നിൽക്കുന്നു. അകംഭാവമാണോ കളിക്കാൻ അറിയാമെന്ന്. ഇതാ പിന്നെയും നമ്മളെ ഫോളോ ചെയ്തു, നമ്മളെ ഫ്രീ എടുക്കാൻ വരുന്നു. അംബ്രൂസാണ് നമ്മുടെ ഫ്രീ കാലൊക്കെ ആട്ടുന്നുണ്ട്, ആട്ടിക്കളിക്കുകയാണ് നമ്മുടെ അംബ്രൂസ്. അടിച്ചു. അംബ്രൂസിൻ്റെ കീട്ടിലും ഷോട്ടായിരുന്നു, പക്ഷേ നമുക്ക് തടുത്ത് നിൽക്കാൻ പറ്റിയില്ല. ബിജുവിന് പിടിക്കാൻ പറ്റുമോ? ബിജു ഷാജിയായിട്ടുള്ളൊരു പോരാട്ടം. ബിജു ഇതാ റാഞ്ചി എടുക്കുന്നു. ഷാജുവിലേക്ക് ബോൾ. ഷാജു ഒരു ഗോളാക്കുമോ? ഷാജുവിനടിക്കാൻ പറ്റിയില്ല, അത് അടിച്ചു കളഞ്ഞൊരു കോർണറായിരിക്കുന്നു. നമ്മുടെ കുണ്ണുണ്ണി കോർണർ എടുക്കാൻ വന്നിരിക്കുന്നു. കുണ്ണുണ്ണി അതിശക്തികരമായ കോർണർ എടുത്ത് നമ്മുടെ വർഗീസിനടിക്കാൻ പറ്റിയില്ല. നമ്മുടെ ജുവിനിതാ മുന്നേറുന്നു, പിടിക്കാൻ പറ്റിയില്ല. അലനിതാ വെട്ടിച്ചെടുക്കുന്നു, അത് പിന്നെയും അവർ റാഞ്ചി എടുക്കുന്നു. ഇതാരോ റാഞ്ചി എടുത്തു, ഒരു ഗോൾ. ആരാണ്? കുണ്ണുണ്ണി, നമ്മുടെ സ്വയതാരം കുണ്ണുണ്ണി. ഇങ്ങനത്തെ ഒരു അടയാളപ്പെടുത്തുന്ന കാഴ്ച എവിടെയെങ്കിലും കാണാൻ പറ്റുമോ? അത് കാരണം നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നാലാണ് നിങ്ങൾക്ക് ഇതുപോലത്തെ അത്ഭുതകരമായ കാഴ്ചകൾ കാണാൻ പറ്റുള്ളൂ. ഇതാ ത്രൂയിലേക്ക് നമ്മുടെ റൂയ് ആരാന്ന് പോലും എനിക്കറിയില്ല. ഇതാ അലൻ കുണ്ണുണ്ണി ഗോൾ താരം. കുണ്ണുണ്ണി റാഞ്ചിയെടുക്കുക. ഷാജിയിലേക്ക് ഒരു പാസ്. ഷാജിനെ ഫൗൾ ചെയ്യുന്നു. നമ്മുടെ കുണ്ണുണ്ണി തന്നെ നമ്മുടെ ഫ്രീ കിക്ക് എടുക്കാൻ വരുന്നു. കുണ്ണുണ്ണി അതാ ടാപ്പ് ചെയ്ത് കൊടുക്കുന്നു വർഗീസിലേക്ക്. വർഗീസ് ഒരു ഷോട്ട്, ഗോളി സേവ് ചെയ്തിരിക്കുന്നു. ഗോളിക്ക് ഒരു പുത്തിരിയല്ല എന്നുള്ള രീതിയിൽ ഗോളി. ഇതാ കുഞ്ഞുണ്ണി ഫ്രീ കിക്ക് എടുക്കാൻ വേണ്ടി. കുഞ്ഞുണ്ണിയുടെ പവർ കുറഞ്ഞു പോയി. ഇതാ ജുവിൻ അടയാളപ്പെടുത്തുന്ന നിമിഷമേ ഗോളടിച്ച് തലയിടിച്ച് വീണു. ജുവിൻ എന്ന് പേരുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അവരെ വിളിച്ചിട്ട് പറയുക, നിങ്ങളൊരു ഗോളടിച്ചു. ഇതാ കുഞ്ഞുണ്ണിയിലേക്കൊരു പാസ്. കുഞ്ഞുണ്ണി ഷാജിയിലേക്കൊരു ത്രൂ ഇടുന്നു. ഷാജി ഇതാ മുന്നേറുന്നു. ഷാജിക്ക് അടിക്കാൻ പറ്റിയില്ല. ഷാജി നല്ലൊരു മുന്നേറ്റമായിരുന്നു. ഇതാ കുഞ്ഞുണ്ണിക്ക് പിന്നെയും അപ്പുറത്തും ഇപ്പുറത്തും കോർണറിൻ്റെ രാജാവായി മിലു. ഇതാ ഞാൻ വർഗീസ്. ബിജു മിലു ഷാജു കുഞ്ഞുണ്ണിയിലേക്കൊരു പാസ്, അത് മിലുവിലേക്ക്. മിലു ഗോളാക്കുമോ? മിലു അടിച്ചു കളഞ്ഞിരിക്കുന്നു. ഷൂട്ട് ഓൺ ടാർഗറ്റ്. ഔട്ട് ഓഫ് ടാർഗറ്റ്. നെപ്പോളിയായിട്ട് 2-0 നമ്മൾ മുന്നേറുകയാണ്. തൽപ്പന FC.
വർഗീസ്, ഓടൂ വർഗീസ്. ഇതാ വർഗീസ് അതിവേഗം റാഞ്ചി എടുക്കുന്നു പന്തുകൾ. ഇതാ ഇതാ പന്ത് റാഞ്ചി എടുക്കാൻ പറ്റാതെ ഒരു മിസ് പാസ്. അടിക്കാൻ അവിടെ ആൾക്കാരുണ്ടെന്ന് പ്രതീക്ഷിച്ച് പാസ് കൊടുത്ത് ഒറ്റയാനായി കളിക്കാൻ പറ്റുമോ ഇവന്? കാത്തിരുന്ന് കാണുക. കുഞ്ഞുണ്ണിയുടെ അതിമനസ്കരമായ നിമിഷങ്ങൾ. ഇതാ ഷാജി ഒരു മിസ് പാസ് ഇട്ടിരിക്കുന്നു. ഇതാ നമ്മുടെ ഗോൾ കീപ്പർ അടിക്കാൻ പോകുന്നു. ഗോൾ കീപ്പർ ദാ ജീസസിന് കൊടുത്തു. ജീസസ് ഇത് അതിവേഗം റാഞ്ചി എടുക്കുന്നു. ഓ അതിവേഗം ആരോ മുന്നിലോട്ട് ഓരോ ഫൗൾ ചെയ്തിരിക്കുന്നു. കുഞ്ഞുണ്ണിയുടെ ഫ്രീ കിക്ക് ടേക്കർ. ഓ ടാപ്പ് ചെയ്ത് കൊടുക്കാം. ടാപ്പൻ. ഇതാ ഫ്രീ കിക്ക് എടുക്കാൻ പറ്റാതെ അംബ്രൂസ് അതിവേഗം റാഞ്ചി എടുക്കുന്നു. കുഞ്ഞുണ്ണി ഷോട്ട് അടിക്കാൻ. ഇതാ കുഞ്ഞുണ്ണി അതിവേഗം റാഞ്ചി എടുത്ത് ഇത് സ്കില്ലർ അലന് പാസ് കൊടുക്കുന്നു. അലൻ ഇതാ ഷാജുവിലേക്ക്. ഷാജുവിനൊരു ഓഫ് സൈഡ് വിളിക്കുകയാണ് റഫറി. നമ്മുടെ ഫ്രീ കിക്ക്. വർഗീസ് അതിവേഗം റാഞ്ചി. ജുവിനിത പുറകെ ഓടുകയാണ്. ജുവിൻ ഒരു ബോളിന് വേണ്ടി ഓടുകയാണ്, കുതിക്കുകയാണ്. ജുവിനിത ഒരു പാസ് കുഞ്ഞുണ്ണിയിലേക്ക്. കുഞ്ഞുണ്ണിത ഒരു പാസ് ജീസസിലേക്ക്. ഇതാ ഷാജു. ഷാജുവിൻ്റെ ഒരു വെട്ടൽ. ഇതാ ഫ്രീ കിക്ക് എടുക്കുന്നു. ഗോളിനെ അതിവേഗം റാഞ്ചി എടുക്കാൻ വേണ്ടി വർഗീസ് വരുന്നു. അതിവേഗം റാഞ്ചി എടുക്കുന്നു. ഇതാ മിലു അതിവേഗം റാഞ്ചി എടുത്തു. ജുവിനിലേക്കൊരു പാസ്. ജുവിൻ അത് അതിവേഗം വർഗീസിലേക്ക്. വർഗീസ് ഇത് അതിവേഗം നല്ല മനോഹരമായ ഒരു ഗോൾ. കാൽ തൊഴുന്നു വാഴുന്നു. വർഗീസിൻ്റെ ഒരു അതിമനോഹരമായ ഗോൾ. ഇതാ ചെവിയിൽ ചൊറിയുന്നുണ്ടെന്ന് തോന്നുന്നു. ഇതാ ഷാജുവിൻ്റെ ഒരു മികച്ച മുന്നേറ്റം. ഇതാ റാഞ്ചി എടുക്കുന്നു. ബോൾ അതിവേഗം റാഞ്ചി എടുക്കുന്നു. ഇതാ കുഞ്ഞുണ്ണി പുറകെ ഓടുകയാണ്. പക്ഷെ കുഞ്ഞുണ്ണിക്ക് കിട്ടുന്നില്ല. ഇതാ വർഗീസ് ഗോൾ താരം. ഇതാ ഹാഫ് ടൈം ആയിരിക്കുകയാണ്. 3-0. കുഞ്ഞുണ്ണി 13-ാം മിനിറ്റിൽ, ജുവിൻ 18-ാം മിനിറ്റിൽ, വർഗീസ് 45-ാം മിനിറ്റിൽ. ഇതാ അവർ സബ് ഇറക്കുന്നു. അപ്പം നമ്മൾ സബ് ഇറക്കുന്നു. ആരെയാണ്? നമുക്ക് ഒരാളെ ഇറക്കാനുള്ളൂ. നമ്മുടെ ഇവനെ അങ്ങ് ഇറക്കാം. നല്ല സെറ്റപ്പ് ആളാണ്. അപ്പം നമുക്കിതാ നമ്മുടെ ടച്ച് ഒത്തു വന്നിരിക്കുകയാണ്. ഇതാ മിലു ഭായിലേക്കൊരു പാസ്. ഇതാ രാജു ഭായ്. രാജു മിസ് പാസ്. നല്ലൊരു പാസ് ഇങ്ങോട്ട് കൊടുക്കുകയായിരുന്നെങ്കിൽ അത് ഗോളാക്കിയേനെ മിലു. ഇതാ മിലുവിന് നിരാശയോടെ മടങ്ങേണ്ടി വന്നു. അൻവിയയുടെ ഒരു കിടിലം ഷോട്ട്. ഗോളി തടുക്കുന്നു. ഗോളി ഉരുട്ടിക്കൊടുക്കാനുള്ള പ്ലാൻ അല്ല, ഗോളി അടിച്ചു തന്നെ കൊടുത്തു. ഇതാ ഷാജു. വർഗീസ് ഡബിൾ ചെയ്യാൻ നോക്കുകയാണ്. പക്ഷെ അതിവേഗം റാഞ്ചി എടുക്കുന്നു അവർ. ഇതാ അതിവേഗം റാഞ്ചി എടുത്തുകൊണ്ട് ഇതാ ആംബ്രൂസിലേക്കൊരു പാസ്. ജുവിൻ അതിവേഗം റാഞ്ചി എടുത്ത് ബായിലേക്കൊരു പാസ്. ബായ് അതിവേഗം ഷാജുവിലേക്കൊരു പാസ്. കിടിലം ഗോൾ ബൈ ഷാജു. സെലബ്രേഷൻ. അതിമനോഹരമായ ഒരു ഗോൾ നിക്ഷയമാണിത്. ഇത് ആരാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ആരായാലും നല്ലൊരു ഏറ്റം പുറത്തോട്ട്. ഗായ്സ് അത് എങ്ങനെയാണെന്നറിയില്ല ഗായ്സ്. അയ്യോ ഗായ്സ്, നമ്മൾ ഇൻസ്റ്റൻറ്റ് റീപ്ലേ ഒന്ന് നോക്കട്ടെ ഗായ്സ്. കറക്റ്റായിട്ട് നമ്മൾ ഡ്രിബിളൊക്കെ ചെയ്ത് ആരാണത് ഗായ്സ്? കുഞ്ഞുണ്ണി, നമ്മുടെ ഗോൾ താരം. അതിവേഗം നെപ്പോളിയൻ താരം റാഞ്ചി എടുക്കുന്നു. അത് കുഞ്ഞുണ്ണി അതിവേഗം
നിന്ന് റാഞ്ചിയെടുത്തു. ഒരു കിടിലം ഷോട്ട് പുറത്തേക്ക് നിക്ഷയിച്ചു പോയി. ഇതാ കുറച്ച് താഴ്ന്നായിരുന്നെങ്കിൽ ഗോൾ ആയിരിക്കും എന്ന് നമുക്ക് തോന്നുന്നു. നമ്മുടെ കയ്യിൽ ബോൾ കിട്ടും. ഇതാ എൻവിയോയിലേക്കൊരു പാസ്. എൻവിയോ എൽദോ ഗോളിയിലേക്കൊരു പാസ്. ഗോളി ഇതാ ഡ്രിബിളർ. ഗോളി ഇതാ അടിച്ചു. അയ്യോ, ഗോൾ കയറിയേനെ. ഇതാ വർഗീസ് മുന്നേറുമോ? ഷാജുവിൻ്റെ ഡ്രിബിളർ വിനീഷ്യസ് ആലിയൻ. ഇതാ വണ്ടർഫുൾ വിക്ടറി. ഇതാ രാജു ഭായ്. ഓ ജസ്റ്റ് മിസ്. കുഞ്ഞുണ്ണി. ഇതാ രാജുഭായ് ബോളിന് വേണ്ടി അതിവേഗം ഓടി റാഞ്ചി എടുക്കുന്നു. അത് അംബ്രൂസ് എടുക്കുന്നു. അതിവേഗം പിന്നെയും റാഞ്ചി എടുക്കുന്നു. ഷാജുവിലേക്ക് ഒരു പാസ്. അംബ്രൂസ് അതിവേഗം പിന്നെയും റാഞ്ചി എടുക്കുന്നു. ഇതാ മിലു ഒരു ക്രോസ്. കിട്ടിയില്ല. വർഗീസ് അതിവേഗം റാഞ്ചി എടുത്തുകൊണ്ട് ഷാജു കിട്ടിയില്ല. ഗോളി അതിവേഗം പിടിച്ചെടുത്തു. നപ്പോളി വേഴ്സസ് തൽപര FC 4-0. ദാ അംബ്രൂസിന്റെ ഒരു കിടിലം ഹെഡ് ഷാജുവിലേക്ക്. ഇതാ ഷാജു ഓടുന്നു. ബോളിന് വേണ്ടി പായുന്നു. വെട്ടിയിടുന്നു. നമ്മുടെ ഫ്രീ കിക്ക് താരം എടുക്കുന്നു. നപ്പോളിയൻ. ഇതാ കുഞ്ഞുണ്ണി ഗോളിന് വേണ്ടി പായുന്നു. ഗോൾ അടിക്കാതെ കുഞ്ഞുണ്ണിക്ക് പറ്റില്ല. ഇതാ ഗോളിന് വേണ്ടി പായുന്നു. നിങ്ങളുടെ കുഞ്ഞുണ്ണി ഇതാ പായുന്നു. പുറകെ അലൻ ഇതാ നടക്കുന്നു. അലൻ ഒറിജിനലിലും ഇങ്ങനെയാണ്, അല്ലെങ്കിലും ഇങ്ങനെയാണ്, എല്ലായ്പ്പോഴും ഇങ്ങനെയാണ്. അപ്പോൾ ഗൈസ്, നിങ്ങളുടെ പേരൊക്കെ വെച്ച് ഒരു ടീം ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ പേരൊക്കെ അടിയിൽ കമൻറ്റ് ചെയ്യാൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ ടീമിൻ്റെ പേര് തൽപ്പന FC എന്ന് തന്നെ ആയിരിക്കും. നിങ്ങളുടെ പേരൊക്കെ കമൻറ്റ് ചെയ്യുക, നമ്മൾ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതാ നമ്മളിങ്ങനെ FTSൻ്റെ വീഡിയോസൊക്കെ ഇടുമ്പോൾ നമ്മളിങ്ങനെ കമൻട്രി ആയിരിക്കും പറയണത്. നമ്മളല്ലാതെ ടോക്ക് ചെയ്യാൻ നമുക്ക് പറ്റില്ല. കാരണം FTS കോൺസെൻട്രേറ്റ് ചെയ്ത് കളിക്കണ കാരണം നമുക്ക് കമൻട്രി അല്ലാതെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ടച്ചിൽ നിന്ന് വിട്ടുപോകും. അപ്പോൾ നമ്മൾ നേരെ കമൻട്രിയിലേക്ക്. ഇതാ വർഗീസ്. എൻവിയോ അതിവേഗം റാഞ്ചി എടുക്കുന്നു. ഇതാ ഷാജുവിലേക്ക് ഒരു പാസ്. ഷാജു അടിച്ചില്ല. ഇതാ ഉംബ്രൂസ് മിലുവിലേക്കൊരു പാസ്. അത് ഗോളാക്കുമോ? ഗോളി തടുക്കുന്നു. നല്ലൊരു പൊളിക്കാച്ച് ഷോട്ട്. ഇതാ കുഞ്ഞുണ്ണി സഹതാരം, ഫ്രീ കിക്ക് താരം, ആദ്യ ഗോൾ താരം. ഇതാ അടിക്കുന്നു കുഞ്ഞുണ്ണി. അടിക്കാൻ മിലുവിന് ഹെഡ് കിട്ടിയില്ല. ഇത് അടിക്കുമോ? അതിവേഗം നെപ്പോളിയൻ താരം റാഞ്ചി എടുക്കുന്നു. മിലുവിത അടിക്കുന്നു. അതിവേഗം നെപ്പോളിയൻ താരത്തിൻ്റെ കയ്യിൽ നിന്ന് രാജുഭായ് റാഞ്ചി എടുക്കുന്നു. അതിവേഗം കുഞ്ഞുണ്ണി അംബ്രൂസും കൂടെ കളിക്കുന്നു. അംബ്രൂസ് ഇതാ മലന്നടിച്ചവിടെ കിടക്കുന്നു. ഇതാ അംബ്രൂസ് എണീറ്റ് വന്നിരിക്കുന്നു. ഇതാ വർഗീസിലേക്ക് ഒരു പാസ്. വർഗീസിന് അതിവേഗം റാഞ്ചി എടുത്തു. ഇതാ അതിവേഗം നെപ്പോളിയൻ താരം നമ്മൾ റാഞ്ചി എടുത്ത് നമ്മൾ കളി ജയിച്ചു വീഴ്ചയാണ്. മാൻ ഓഫ് ദി മാച്ച് കുഞ്ഞുണ്ണി. അപ്പോൾ നമ്മുടെ ഇത് നോക്കുവാണെങ്കിൽ രാജുഭായ്, നമ്മുടെ സേവ്സ് ഗോൾസ് വർഗീസ്, കുഞ്ഞുണ്ണി, ജുവിൻ. ഷൂട്ട് ഓൺ ടാർഗറ്റ് ഷാജു. അസിസ്റ്റുള്ള passes NVU 2 passes. Tackle success ഒരെണ്ണം NVU, സേവ് ഒരെണ്ണം എൽദോ. അവരുടെ ടീമിൽ നെപ്പോളി സേവ്സ് 8 സേവ്. അവർ 8 എണ്ണം സേവ് ചെയ്തില്ലായിരുന്നെങ്കിൽ നമുക്ക് 8 എണ്ണം കിട്ടിയേനെ. അവർക്ക് ഗോൾസ് നോ, ഷൂട്ട് ഓൺ ടാർഗറ്റ് നോ, അസിസ്റ്റ് നോ, പാസസ് 11 പാസസ്.
ജീസസ്. അപ്പോൾ ഗൈസ് നമ്മൾ പരമാവധി വീഡിയോസൊക്കെ ഇടാൻ നോക്കുന്നതായിരിക്കും. നമുക്ക് ക്ലാസ്സസ് ഒക്കെ തുടങ്ങി. അപ്പോൾ എക്സാംസ് ഈ ഒരു വീക്കിൽ തുടങ്ങും. നമ്മൾ പരമാവധി സമയം കിട്ടിയപ്പോൾ ഇട്ടതാണ് ഈ വീഡിയോ. നമുക്ക് നാളെയും ഇന്നൊക്കെ അവധിയായ കാരണം നമ്മൾ ഇട്ടാണ്. ഈ വീഡിയോ ഞാൻ എടുക്കുന്നത് തിങ്കളാഴ്ച ആയിരിക്കും, ഇടുന്നത് ചിലപ്പോൾ ചൊവ്വാഴ്ച ആയിരിക്കും. 2 ദിവസം അടുപ്പിച്ച് അവധി കിട്ടിയതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇട്ടത്. അല്ലെങ്കിൽ ഞാൻ പരമാവധി ഇടാൻ നോക്കുന്നതായിരിക്കും ഗൈസ്. 15 മിനിറ്റായി. നമ്മൾ പരമാവധി FTS ആയിരിക്കും മിക്കവാറും ഇടുന്നത്. അത് കളിക്കാനുള്ള നേരമേ ഉള്ളൂ. GTA ഒക്കെ ഇടണമെങ്കിൽ നമ്മൾ നല്ലൊരു കണ്ടൻറ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.